ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന മുകുന്ദനെയും വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വീട്ടിൽ വെച്ച് അച്ചു മുകുന്ദനെ അറസ്റ്റ് ചെയ്യുന്നത് ആ കാഴ്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് അർച്ചന അങ്ങനെ മുകുന്ദനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് സ്വയം കീഴടങ്ങുകയാണെന്ന് പറയുന്നത്. എന്നാൽ അതേസമയം അച്ചു ആണെങ്കിൽ മുക്കുപണ്ടം പണയ കേസിൽ ചന്ദ്രയെ പിടിക്കാനായി ചന്ദ്രകാന്തത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെയുള്ള ഒരു പോലീസുകാരൻ അർച്ചനയോട് പറയുന്നുണ്ട്, ഏതായാലും ശരി അച്ചു സാർ വരട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. ജയശങ്കർ ആണെങ്കിൽ ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. ചന്ദ്രെ, നീ ഇപ്പോൾ പോലീസുകാരുടെ കൂടെ പോവണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ ജാമ്യത്തിലെടുക്കാം. ഇപ്പോൾ അവരുടെ മുന്നിൽ കീഴടങ്ങി പോകുന്നതാണ് നല്ലതെന്ന് വിജയശങ്കർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവരുടെ കൂടെ പോവില്ലെന്ന് ചന്ദ്ര അങ്ങനെ വിജയശങ്കറിനോട് പറയാണ്. അങ്ങനെ ഒടുവിൽ വിജയശങ്കറും ആര്യയും കൂടി ചന്ദ്രയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. ശരി, ഇന്ന് തന്നെ എനിക്ക് ജാമ്യം എടുക്കണമെന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങനെ പോലീസിന് മുന്നിൽ കീഴടങ്ങാനായി താഴേക്ക് പോവുകയാണ്. അതേസമയം അച്ചു ആണെങ്കിൽ 2 വനിതാ പോലീസുകാരോട് പറയുന്നുണ്ട്, ഇത് ഇനിയും ഇറങ്ങി വന്നില്ല എങ്കിൽ നമുക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, വാതിൽ തള്ളി തുറന്ന് അവരെ കൊണ്ടുപോവേണ്ടി വരുമെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനും റെഡിയാണ് സാർ എന്ന്. അപ്പോഴാണ് വിജയശങ്കറും ചന്ദ്രയും ആര്യയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അച്ചു പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും പോലീസുകാർ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന്. നിങ്ങൾ എത്രയൊക്കെ ഒളിച്ചോടിയാലും അവിടുന്ന് ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നങ്ങനെ അച്ചു പറയുമ്പോൾ ചന്ദ്ര അച്ചുവിനോട് പറയുന്നുണ്ട്, എടാ അച്ചു, കള്ളക്കേസിൽ എന്നെ കുടുക്കി നീ ഇപ്പൊ കൊണ്ടുപോകുമ്പോൾ ഞാൻ ആരാണെന്ന് കൂടി നീയൊന്ന് ഓർക്കണം. നിന്നെയും നിന്റെ ഭാര്യയെയും അവിടെ നിന്നും ഇറക്കി വിട്ടപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക്. ഞാൻ കാരണമാണ് നിങ്ങൾ ഇവിടെ താമസിച്ചത്, നിനക്ക് ഈ പോലീസ് ജോലി കിട്ടിയത് ഞാൻ കാരണമാണ്. എന്നിട്ടിപ്പോ നീ എന്നെ തന്നെ തിരിഞ്ഞു കൊത്തിയല്ലേ. അങ്ങനെയാണെങ്കിൽ നിന്റെ പോലീസ് തൊപ്പി ഞാൻ തെറിപ്പിക്കും, അതിനെനിക്ക് അധികം സമയമൊന്നും വേണ്ട എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഉമ്മ തെറിക്കുന്ന തൊപ്പിയാണെങ്കിൽ ഇതങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങോട്ടേക്ക് വരാനുണ്ടായ സാഹചര്യം ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഞാൻ പിന്നീട് തെളിയിച്ചോളാം. എല്ലാം ഇതിന്റെ പുറകെ വരുന്നുണ്ട്. നടന്നത് എന്താണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഇതിന്റെ പിന്നിൽ ഇവിടെ ഒരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട്. പേരിൽ എനിക്കും രുക്കുവിനും ഒരു മനോവിഷവുമില്ല. കാരണം എന്താണ് അമ്പാട്ട് വീട്ടിൽ അന്ന് നടന്നതെന്ന് എനിക്കും രുക്കുവിനും നന്നായി അറിയാം എന്നങ്ങനെ അച്ചു പറഞ്ഞ് വനിതാ പോലീസുകാരോട് പറയുന്നുണ്ട്, ഇവരെ പിടിച്ചു കൊണ്ടുപോയെന്ന്. ഇപ്പൊ പറയുന്നുണ്ട്, അച്ചു അങ്ങളെ എൻ്റെ അമ്മയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അമ്മയെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത് എന്ന് പറയാണ്. അങ്ങനെ പോലീസുകാര് ചന്ദ്രയെ പിടിക്കാനായി പോകുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്നെ ആരും തൊട്ടു പോവരുത്. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാനാവില്ല, നിങ്ങൾ അവരെ പിടിച്ചു കൊണ്ടുപോയെന്ന് പറയാണ്. അങ്ങനെ ആ 2 വനിതാ പോലീസുകാരും ചന്ദ്രയുടെ ഇടതും വലതും നിന്ന് ചന്ദ്രയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രയെ ജീപ്പിലേക്ക് കയറ്റാൻ നിൽക്കുന്നതും അങ്ങോട്ടേക്ക് സത്യൻ വരുന്നുണ്ട്. സത്യൻ ആ കാഴ്ച കണ്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എൻ്റെ ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും വിട്, ഇവിടെ നിന്നും എൻ്റെ ഏട്ടത്തിയെ കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ കൊണ്ടുപോകാമെന്ന് ആരും വിചാരിക്കണ്ട. എടാ അച്ചു, ഇത് നിന്റെ പോലീസ് സ്റ്റേഷനല്ല, ചന്ദ്രകാന്തം വീടാണ്. ഇവിടെ കയറി വന്ന് നിന്റെ ഷോ കാണിക്കാൻ പറ്റില്ല, നിനക്ക് ഏട്ടത്തിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് സത്യൻ അങ്ങനെ തീർത്തു പറയുകയാണ്. അങ്ങനെ ഒടുവിൽ അച്ചുവും സത്യനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാവുകയാണ്. ജയശങ്കർ അപ്പൊ സത്യനോട് പറയുന്നുണ്ട്, സത്യ ഒന്ന് നിർത്ത്, അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ, നീ അതില് തടസ്സപ്പെടുത്തണ്ട എന്ന് പറയാണ്. അങ്ങനെ ഒടുവിൽ അച്ചു ചന്ദ്രയെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സത്യനാണെങ്കിൽ വിജയശങ്കറിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഏട്ടൻ എന്താണ് ഇങ്ങനെ, നിങ്ങളൊരു ഭർത്താവാണോ, ഏട്ടത്തിയെ കൊണ്ടുപോകുന്നത് നോക്കിയിട്ട് മിണ്ടാതെ നിന്നില്ലേ എന്നൊക്കെ പറയാണ്. ജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, അതിലാരും ഇടപെടണ്ട, അവൾക്ക് ജാമ്യം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ജയശങ്കർ അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ണെങ്കിൽ അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ച് രുക്കുവിനെ അറിയിക്കുകയാണ്. ചന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേട്ട് രുക്കു ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്, എന്തായാലും ഞാൻ നിന്നെ വിളിക്കാം, ഞാനിതൊന്നും അറിഞ്ഞതല്ല എന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. രുക്കുവിന്റെ അടുത്ത് മഞ്ജു നിൽപ്പുണ്ട്. മഞ്ജുവിനോടും രുക്കു കാര്യങ്ങളെല്ലാം പറയാണ്. അങ്ങനെ അവർ 2 പേരും ആകെ പേടിച്ചു വരച്ച് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. രുക്കു മഞ്ജുവിനോട് പറയുന്നുണ്ട്, അച്ചു നമ്മളെ ചതിച്ചു ചേച്ചി, അവൻ ചന്ദ്രേച്ചിയാണ് ഇതിൽ പ്രതിയാക്കിയിരിക്കുന്നത്, ഇതെന്തായാലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ രുക്കു അങ്ങനെ പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ഇത് വലിയൊരു നാണക്കേടായാലോ, അത്രയും വലിയൊരു വക്കീൽ വിജയേട്ടൻ അവിടെ ഉള്ളപ്പാണോ ചന്ദ്രേച്ചിയെ പിടിച്ചുകൊണ്ടുപോയത് പോലീസുകാര്. ഇനിയിപ്പോ ചന്ദ്രേച്ചിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നാലെ നമുക്കെതിരെയും കേസ് വരുമോ എന്ന് മഞ്ജു അങ്ങനെ പേടിച്ചുകൊണ്ട് രുക്കുവിനോട് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അതിന് നമ്മൾ ചെയ്തതിന് തെളിവൊന്നുമില്ലല്ലോ, എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, അച്ചുവിനെ ഞാൻ എന്തായാലും ഇതിനൊരു പാഠം പഠിപ്പിക്കുമെന്ന് രുക്കു അങ്ങനെ പറയുന്നുണ്ട്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, രുക്കു നീ എന്താ
എന്തായാലും അച്ചുവിനെ ഒന്ന് വിളിക്കേ, നീ സംസാരിച്ചാൽ ചിലപ്പോൾ അച്ചു ചന്ദ്രേച്ചിയെ വെറുതെ വിടുമെന്ന് പറയാണ്. രുക്കു അങ്ങനെ 2 പ്രാവശ്യം അച്ചുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. എന്തായാലും ഇതിനൊരു വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ ആകെ ടെൻഷനായി അങ്ങനെ നിൽക്കുന്നുണ്ട്. മുക്കുവണ്ടം പണയ കേസിൽ ഇനി തനിക്കെതിരെ എന്തെങ്കിലും കേസ് വരുമോ എന്ന് മഞ്ജു അങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചന്ദ്രയെ എത്തിച്ച് പോലീസുകാര് ചന്ദ്രയെ തല്ലുന്നതെല്ലാം ഒരു നിമിഷം മഞ്ജു അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ ചന്ദ്രയെ കാണുന്നതും മുകുന്ദനും അർച്ചനയും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. ചന്ദ്ര എന്തിനാണ് ഇവിടെ എന്ന് അവരങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ചു അവരെയും കൊണ്ട് സ്റ്റേഷനകത്തേക്ക് പോവാൻ നിൽക്കുന്നതും ചന്ദ്ര തൻ്റെ അഹങ്കാരം ഒട്ടും കുറയ്ക്കാതെ അർച്ചനയോട് സംസാരിക്കുന്നുണ്ട്. ഓ, അപ്പൊ പിന്നെ നിങ്ങളെല്ലാവരും ഗൂഢാലോചന നടത്തിയിട്ടാണല്ലേ എന്നെ കുടുക്കിയത്? യഥാർത്ഥ പ്രതി ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ ഇതിൽ പിടിച്ചിട്ടതാണല്ലേ നീ അച്ചു എന്നൊക്കെ ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലാവാതെ മുകുന്ദനും അർച്ചനയും എന്താണ് പ്രശ്നമെന്ന് അച്ചുവിനോട് ചോദിക്കുകയാണ്. അച്ചു അങ്ങനെ പറയുന്നുണ്ട്, ആ മുക്കുവണ്ടം പണയ കേസിലെ യഥാർത്ഥ പ്രതി ചന്ദ്രകാന്തത്തിലെ ഈ ചന്ദ്രയാണെന്ന് അച്ചു അങ്ങനെ പറയുകയാണ്. മുകുന്ദനും അർച്ചനയും ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന അപ്പോൾ അച്ചുവിനോട് ചോദിക്കുന്നുണ്ടോ, ഓ ഇവളാണോ യഥാർത്ഥ പ്രതി? അപ്പൊ പിന്നെ നിന്റെ ഏട്ടൻ മുകുന്ദൻ ഇതിൽ പ്രതിയല്ലേ? ഓ ചന്ദ്രയുടെ കൂടെ ഇനി കൂട്ടുപ്രതിയാക്കോ നീ എന്ന് അച്ചുവിനോട് അങ്ങനെ അർച്ചന ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, യഥാർത്ഥ പ്രതിയെ പിടികൂടി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഇയാൾ ഇതിൽ കുറ്റക്കാരനല്ല, ഇയാൾ ഇതിൽ സാക്ഷി മാത്രമാണ്, മാപ്പ് സാക്ഷി മാത്രമാണെന്ന് അച്ചു അങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്കും മുകുന്ദനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര അർച്ചനയോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുടിക്കിയതാണല്ലേ, ഇത് ഞാൻ എന്തായാലും വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇനി എന്ത് ചെയ്യാനാണ്? പുറത്തു വരാൻ പോകുന്നത് നിന്റെ കള്ളക്കളികളാണ്. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ തട്ടിപ്പ് കേസിൽ കുടുക്കിയത് നീയാണെങ്കിൽ അതിനു പിന്നിലെ നിന്റെ പങ്കാണ് പുറത്തു വരാൻ പോകുന്നത്. നിന്റെ ഭർത്താവ് ഇവനെ കുറ്റക്കാരനാക്കാൻ കോടതിയിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സമയത്തെല്ലാം ഇവൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയാണെന്ന് നിന്നോട് എത്ര പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ലേടി. അങ്ങനെ അർച്ചന ചന്ദ്രയോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.